ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 5-ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസു ജുനൂദുല്ലാ, അള്ളാഹുവിൻ്റെ പടയാളികൾ. അള്ളാഹുവിൻ്റെ പടയാളികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ, മലക്കുകളാണ് അള്ളാഹുവിൻ്റെ പടയാളികൾ. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഈ പാഠത്തിൽ പ്രധാനമായും 10 മലക്കുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പാഠം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നു. അപരിചിതനായ ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു. യാത്രയുടെ ലക്ഷണമോ ക്ഷീണമോ അദ്ദേഹത്തിൽ കണ്ടിരുന്നില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി അദ്ദേഹം ശരിവെക്കുകയും ചെയ്തു. നബിയും സഹാബികളും മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അപരിചിതനായ ഒരാൾ അങ്ങോട്ട് വന്നു. യാത്രയുടെ ലക്ഷണമോ ക്ഷീണമോ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നബിയോട് പല കാര്യങ്ങളും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി. ആഗതൻ്റെ ഈ സമീപനം കണ്ട് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. അയാൾ പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, ആഗതൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവിടെയൊക്കെ വന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു, ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നബിമാർക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിവരങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് മലക്കുകളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു. ഉസ്താദിൻ്റെ വിവരണം കഴിഞ്ഞപ്പോൾ സാലിം ചോദിച്ചു, മലക്കുകൾ മനുഷ്യരെ പോലെയാണോ? അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെയാണോ? ഉസ്താദ്, അല്ല, മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്, മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. മനുഷ്യരെ അള്ളാഹു തആല സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്താലാണ്. അവർക്ക് വിവിധ രൂപം പ്രാപിക്കാൻ കഴിയും. അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല. അവർക്ക് വിശപ്പും ദാഹവുമില്ല. അവർ മലമൂത്ര വിസർജനം ചെയ്യില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അവർ എതിരു പ്രവർത്തിക്കുകയില്ല. അവർ എപ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അവർ ഒരു ദോഷവും ചെയ്യില്ല. അവർക്ക് ക്ഷീണമോ ഉറക്കമോ ഇല്ല. മലക്കുകളുടെ പ്രത്യേകതകളാണ് ഇതൊക്കെ. മനുഷ്യരെ പോലെ അല്ല മലക്കുകൾ. അവർക്ക് വിവിധ രൂപം പ്രാപിക്കാൻ കഴിയും. പുരുഷന്മാരോ സ്ത്രീകളോ അല്ല. വിശപ്പും ദാഹവും ഇല്ല. മലമൂത്ര വിസർജനം ഇല്ല. അതുപോലെ തന്നെ അവർ ഒരിക്കലും അള്ളാഹു തആലയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അജ്മൽ, എത്ര മലക്കുകളുണ്ട്? അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. പ്രധാനികളായ 10 മലക്കുകളുണ്ട്. അവരെക്കുറിച്ച് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്, ഉസ്താദ് പറഞ്ഞു. മലക്കുകളുടെ എണ്ണം അള്ളാഹു തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ പ്രധാനപ്പെട്ട 10 മലക്കുകളെ കുറിച്ച് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അജ്മൽ, അവർ ആരാണ്? തഫ്സീലു അശിരിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്റായീലു മുൻകർ നകീറും വറഖീബുൻ വകദാ അതീദു മാലികു വറിളവാനുൻ ഖുദാ. ഉസ്താദ് ബൈത്ത് ഈണത്തിൽ ചൊല്ലി കുട്ടികൾ ഏറ്റുപാടി. 10 മലക്കുകളുടെ പേരാണ് ബൈത്തിലുള്ളത്. ഈ ബൈത്ത് പഠിക്കാം. ഏതൊക്കെയാണ് 10 മലക്കുകൾ? ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 4 അസ്റായിൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റക്കീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം,
മാലിക് അലൈഹിസ്സലാം, റിൽവാൻ അലൈഹിസ്സലാം. ഈ 10 മലക്കുകളുടെ പേരാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കോളത്തിൽ എഴുതി നോക്കാം. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അവർ എതിര് ചെയ്യുകയില്ല. മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്യുകയില്ല. ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. 1 നഖ്റഉ മനഫഹം, മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കിൻ്റെ പേരാണ് ഇവിടെ മീകാൽ എന്ന് തന്നിരിക്കുന്നത്. അടുത്തത് 1 നംലഉൽ ഫറാഗ്, മലക്കുകളുടെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് നമ്മളിവിടെ കോളം പൂരിപ്പിക്കുക. വിവിധ രൂപം പ്രാപിക്കാൻ കഴിയും. പുരുഷന്മാരോ സ്ത്രീകളോ അല്ല. വിശപ്പും ദാഹവും ഇല്ല. മലമൂത്ര വിസർജനം ചെയ്യില്ല. അവർ ഒരു ദോഷവും ചെയ്യില്ല. അവർക്ക് ക്ഷീണമോ ഉറക്കമോ ഇല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഇവിടെ കോളത്തിൽ എഴുതാം. 10 മലക്കുകളുടെ പേരെഴുതുക. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റക്കീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, റിൽവാൻ അലൈഹിസ്സലാം. ഈ 10 മലക്കുകളുടെ പേര് ഇവിടെ നേരെ എഴുതി വെക്കാം. 2 നുജിബ്, 1 മലക്കുകളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഉത്തരം എഴുതാനുള്ളതാണ്. മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. അവർക്ക് വിവിധ രൂപം പ്രാപിക്കാൻ കഴിയും. അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല. പിന്നെ ബാക്കി മലക്കുകളുടെ പ്രത്യേകതകൾ ഈ പാഠത്തിലുള്ളത് അതേപോലെ ബാക്കി അവിടെ കൊള്ളുന്നതിന് പേജിനനുസരിച്ച് അവിടെ എടുത്തെഴുതുക. അവർ എപ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അവർ ഒരു ദോഷവും ചെയ്യില്ല. അതിലത്തെ എഴുതാം. 2ാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നത്? അതിൻ്റെ ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം ദീൻ പഠിപ്പിക്കാൻ വന്നതാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? അതിൻ്റെ ഉത്തരം അപരിചിതനായ ഒരു മനുഷ്യൻ്റെ രൂപമായിരുന്നു. യാത്രയുടെ ലക്ഷണമോ ക്ഷീണമോ അദ്ദേഹത്തിൽ കണ്ടിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നുൻഷിൽ ജുമൽ, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. ഒരു വാചകം നിർമ്മിക്കാം. 1 പ്രാപിക്കുക. അതിൻ്റെ ഉത്തരമായിട്ട് വിവിധ രൂപം പ്രാപിക്കുക. 2 കൽപ്പനയനുസരിച്ച്. അതിൻ്റെ ആൻസർ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കും. 3 പഠിപ്പിച്ചു. അതിൻ്റെ ആൻസർ ദീൻ പഠിപ്പിച്ചു കൊടുത്തു. 4 അത്ഭുതപ്പെട്ടു. അതിൻ്റെ ഉത്തരം സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. 5 ആഗതൻ. അതിൻ്റെ ആൻസർ ആഗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഇവിടെ വാചകം ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് എഴുതാം. അറിയുന്നില്ലെങ്കിൽ ഇതിൽ നോക്കി എഴുതാം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതി അറിയിക്കുകയും ചെയ്യണേ. അതുപോലെ